എടാ ഭയങ്കര, നീ ആള് ചില്ലറക്കാരനല്ലല്ലോ. മീര ആന്റിയുടെ കല്യാണം മുടക്കാനായിട്ട് ഒരു ജോത്സ്യനെ കാശ് കൊടുത്ത് ഒതുക്കി. ജാതകം ചെയ്തില്ലെന്ന് കള്ളം പറഞ്ഞ് അയാൾ നിന്നെ സഹായിച്ചു. വീട്ടുകാർ വേറെ ജോത്സ്യനെ കാണുമെന്നായപ്പോ നീ അയാളെ മീറ്റ് ചെയ്തു, അടുത്ത കൊട്ടേഷന് വേണ്ടി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പണി നടക്കില്ല പ്രിയങ്ക. അതെന്താ? അയാൾ കൂടുതൽ പൈസ ചോദിച്ചോ? എങ്കിൽ കൊടുക്കാൻ ഞാൻ റെഡിയായിരുന്നു. പുള്ളിക്കാരൻ അയാളുടെ തൊഴിലിൽ മായം ചേർക്കില്ല പോലും. സത്യസന്ധനാണത്രേ. ഇനി എന്ത് ചെയ്യൂടാ? ഞാനും അതാ ആലോചിക്കുന്നേ. കുട്ടനാട്ടുകാരല്ലേ നിന്റെ പുതിയ ഉപദേശകര്, വിളിച്ചു ചോദിക്കും. നിളയായിരിക്കും. മങ്കൊമ്പിന്ന്. എടുക്ക്. ഹലോ. എന്തായി മോനെ കാര്യങ്ങള്? കാര്യങ്ങൾ ഉദ്ദേശിച്ച വഴിക്കല്ല നീങ്ങുന്നത്. മോനെ, നീ ആ പുതിയ ജോത്സ്യനെ ചാക്കിടാൻ നോക്കിയോ? അയാള് പക്ഷേ എന്റെ ചാക്കില് കേറുന്നില്ല. പിടിച്ചു കയറ്റാത്തതെന്താ? കാശ് അങ്ങോട്ട് എണ്ണി കൊടുത്തതല്ലേ? അയാള് നമ്മളോടെ നിക്കില്ല കുഞ്ഞമ്മേ. എന്നാലേ നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ജോത്സ്യനെ നോക്കാം. നമുക്ക് വേറെ ജോത്സ്യനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് പറ്റില്ല. മുത്തശ്ശൻ കാരുവള്ളിയിൽ ജോത്സ്യനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അയാളെ വേണ്ടെന്ന് പറഞ്ഞ സംശയവും. എങ്കിൽ വേറെ റൂട്ട് പിടിക്കാൻ മോനെ. ദേ, ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. കല്യാണം നടക്കാൻ പാടില്ല. നടന്നാ നീ തോക്കുന്നെങ്കിലേ. അങ്ങനെ വന്നാലേ ചെറിയ നഷ്ടമൊന്നുമല്ല സംഭവിക്കാം. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. മോനെ, ഞാനും ചേട്ടനും കൂടെ അങ്ങോട്ട് വരാം. ഫ്ലാറ്റിലേക്കോ? ഏയ്, നമുക്ക് മറ്റെവിടെയെങ്കിലും കാണാം. ശരി. ഞാനല്ല, ജോത്സ്യരാ അങ്ങനെ പറഞ്ഞത്. അതായത് കാരുവള്ളിൽ ശ്രീധര ജോത്സ്യൻ. കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നവർക്ക് ചുട്ടടി കൊടുക്കണമെന്ന മൂപ്പരുടെ അഭിപ്രായം. ആരുടെ കല്യാണത്തിന്റെ കാര്യം? അതായത് നമ്മുടെ രാജ് കിച്ചന്റെ മുതലാളി ഒരു ജാട പാർട്ടിയില്ലേ, അരവിന്ദ് രാജ, അദ്ദേഹവും ഈ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാസുന്ദരി നിളയുടെ മദറിൻലോ മീരാമ്മയും തമ്മിലുള്ള വിവാഹം. നിള കളിയാക്കാണോ? അയ്യോ അല്ല മാഷേ, ഞങ്ങൾ ഈ പറഞ്ഞ ജോത്സ്യരെ കൊണ്ടേ നോക്കിച്ചു. എന്നിട്ട് ജോത്സ്യരുടെ അഭിപ്രായം എന്താണെന്നോ? പൂക്കാലം വരവായ സ്ഥിതിക്ക് നീയും ഞാനും ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് നിൽക്കാതെ കാർത്തിക ദീപം കണ്ടു തൊടാൻ മനം പോലെ മംഗല്യം നടക്കുമെന്ന സത്യെന്ന പെൺകുട്ടി പറയുന്നത് അത്രേ. അല്ലെങ്കിലേ ചെമ്പരത്തി പൂ ചൂടി നടക്കേണ്ടി വരും എന്റെ മിസ്റ്റർ ഹിറ്റ്ലറെ. താനിത് എന്തൊക്കെയാ പറയുന്നേ? അയ്യോ, നിങ്ങളുടെ കല്യാണം നടക്കും മാഷ. നാളുകൾ തമ്മിൽ ചേരും, പൊരുത്തമുണ്ട്, ദീർഘ ദാമ്പത്യമായിരിക്കും അത്രേ. അപ്പൊ പഴയ ജോത്സ്യൻ പറഞ്ഞതോ പൊരുത്തം ഇല്ലെന്ന്? അയാൾക്ക് വട്ട. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാനൊന്ന് കാണുന്നുണ്ടയാളെ. അപ്പൊ കല്യാണം നടക്കുന്നാണോ? അതെ അതെ. അമ്മേ, ഒരു മിനിറ്റ് വാ. ഇപ്പോഴേ ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കാമേ. ആരാ? സംസാരിക്കും. ആരാ ഫോണില്? പ്രതിശ്രുത വരൻ. എന്താണല്ലേ? അരവിന്ദ് സാറാണെന്ന്. അയ്യോ, എനിക്ക് വേണ്ട. വേണം. പിടിക്ക. ഞാൻ എന്ത് സംസാരിക്കാനാ നിലേ? അതൊന്നും എനിക്കറിയില്ല. പിടിക്ക നിലേ. പിടിക്കമ്മേ. ചൂടോടെ പിടിക്കല്ലെങ്കിൽ അവറിപ്പോ. ചുമ്മാ പേജമ്മ. ഇത് ഒന്ന് സംസാരിക്കാം അങ്ങോട്ട്. പറ. ഹലോ. നിള പറഞ്ഞ ശരിയാണോ? എന്നിട്ട് മീര എന്താ എന്നെ വിളിച്ചറിയിക്കാഞ്ഞേ? എന്നിട്ട് സന്തോഷമായോ? അറിയില്ല. ഓ, സങ്കടമായോ? ഒന്നും പറഞ്ഞില്ല? എന്താ? അതും അറിയില്ല. ഈ വിളിക്കുന്ന ആരെന്നറിയോ? എന്നാ പറയൂ ആരാണെന്ന്. ഞാൻ ഫോൺ വെക്കാണേ. മലരേ മൗനമേ. എന്താ ഇത്? കാശ് കൊടുത്ത് ആരോ അയാളെ സ്വാധീനിച്ചിട്ടുണ്ട്.
അങ്ങനെ ആര് ചെയ്തെന്താ? ഈ കല്യാണം നടക്കുന്നതിൽ താല്പര്യമില്ലാത്ത ആരോ ഒരാള്. അങ്ങനെ പൈസ വാങ്ങി കള്ളം പറയുന്ന ഒരാളല്ല ആ ജോത്സ്യൻ. അയാൾ പറഞ്ഞതാ സത്യം. അത് കൊള്ളാമല്ലോ. കാരുവള്ളിൽ ജോത്സ്യൻ കൈക്കൂലി വാങ്ങും, ആദ്യത്തെ ജോത്സ്യൻ പരിശുദ്ധൻ. നിനക്കെന്താ ഇത്ര ഉറപ്പ്? നീ എന്താ എന്നെ ഒരുമാതിരി ചോദ്യം ചെയ്യുന്ന പോലെ? എനിക്ക് സംശയം ഉള്ളോണ്ടാന്ന് തന്നെ വെച്ചോ. എന്താ കുട്ടികളെ ഇത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ എന്നോടല്ല ഇവനോട് നിർത്താൻ പറ. അമ്മയുടെ ഭാവിക്ക് ദോഷം വരുന്ന ഒരു ബന്ധത്തിന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അത് ആരുടെ കൊട്ടേഷൻ ആയാലും ശരി. ഈ ബന്ധം കൊണ്ട് അമ്മയുടെ ഭാവിക്ക് ഒരു ദോഷവും വരില്ല. അതുകൊണ്ട് ആര് കൊട്ടേഷൻ തന്നാൽ ഈ വിവാഹം ഞാൻ നടത്തും. ഞാൻ എതിർത്താൽ എന്നെ ധിക്കരിച്ച് നീ കല്യാണം നടത്തോ? ആ ചിലപ്പോ ഞാൻ നടത്തിന്ന് വരും. നിങ്ങളെ ഞാൻ നടത്തും നടത്തും നടത്തും. അപ്പൊ നീ എന്നെ തല്ലിയല്ലേ? അതിന്റെ അർത്ഥം നിന്റെ ഭാഗം തെറ്റുണ്ടെന്ന്. വിട മുത്തച്ഛ. മുത്തച്ഛ വിട. എന്നെ തല്ലട്ടെ. എന്നാലും പറയുന്നത് ഞാൻ പറയും. വിട മുത്തച്ഛ. എന്നെ തല്ലട്ടെ. എന്താ നിഖിൽ ഈ കാണിച്ചത്? നീ എവിടുന്ന് പഠിച്ചതൊക്കെ? അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? പ്രതികരിക്കേണ്ടത് വാക്കുകൊണ്ടല്ല, സ്വയം നിയന്ത്രിച്ചു നിൽക്കുക ഞാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കല്ലോ. ഇന്ന് ശ്രീമതി നിളാനിക്കലിന്റെ കോളൊന്നും കണ്ടില്ലല്ലോ. പപ്പൂസിനെ അമ്മാസിനെയൊക്കെ മറന്നോ? ഹലോ മോളെ, എന്തു പറ്റി മോളെ? നീ കരയാണോ? ഞാൻ പിന്നെ വിളിക്കാം മോളെ. ഹലോ, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ആരാ എന്റെ മോളെ തല്ലിയത്? കാരണമൊന്നും എനിക്ക് കേക്കണ്ട. ആരാ തല്ലിയെന്ന് പറ. ആരാന്ന് പറ. ഇത്രയും വലിയ ബഹളമൊന്നും വേണ്ട. എന്നെ ധിക്കരിച്ച് സംസാരിച്ചപ്പോ ഞാനാ ഒരടി കൊടുത്തത്. എത്ര നിസ്സാരമായിട്ടാ നിഖിൽ ഇത് പറയുന്നത്? ഒന്നും നുള്ളി നോവിക്ക പോലും ചെയ്യാതെയാ ഞാൻ എന്റെ കുട്ടിയെ വളർത്തിയത്. എന്റെ മോളുടെ കവളത്ത് നിന്റെ കൈ വീണു. പകരം നിന്റെ കരണത്ത് അടി തരാത്തത് എന്റെ മാന്യത. പക്ഷേ ഇനി ഇത് ആവർത്തിച്ച നിഖിലെ, ഇനി ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. പിന്നെ എങ്ങനെയായിരിക്കുന്നു പറഞ്ഞേ? അച്ഛാ, മുത്തശ്ശ, ഇനി നിഖിലിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോകരുത്. നീ ആരാടാ ആധിക പ്രസംഗി? രവിശങ്കർ, ക്ഷമിക്കണം. എന്റെ കൊച്ചുമോന് വേണ്ടി ഞാൻ ക്ഷമ പറയുകയാണ്. മീരയുടെ ഉണ്ണിത്താൻ സാറിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് കരുതി നിളയുടെ കണ്ണു നിറഞ്ഞ ഞങ്ങൾ സഹിക്കില്ല. എങ്ങോട്ടാ പോകുന്ന? ഈ ബാഗുമായിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പോവാ. എവിടെയാ പോകുന്ന നിഖിൽ? എങ്ങോട്ടെങ്കിലും. പറയുന്ന കേക്ക് നീ പോവരുത്. എന്തിനാ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇനിയും തല്ലാനോ? അങ്ങനൊന്നും ഉണ്ടാവില്ല. നീ പോണ്ട. വിടെ. ഒരു കല്യാണാലോചന വന്നേ പിന്നെ മനുഷ്യന്റെ സമാധാനം നശിച്ചു. എന്തൊക്കെയായത്? ഒറ്റയ്ക്ക് അപ്പൊ ആഹാരമൊക്കെ? അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് ഹേമ തറവാട്ടിലേക്ക് പോയത്. മുല്ലശ്ശേരിയിൽ വിളിച്ച് നിന്റെ സാക്ഷാൽ ഉഷച്ചിറ്റിയോട് ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കാൻ ഏർപ്പാടും ചെയ്തു. ഉഷച്ചിറ്റ വന്നോ? വന്നോന്നോ? രാവിലെ ആൾ ഇവിടെ ഉദിച്ചു കഴിഞ്ഞു. ഭരണം ഏറ്റെടുത്ത് ദേ അടുക്കളയിലുണ്ട്. ആ, അത് നന്നായി. അതുപോട്ടെ. നിഖില് രാത്രി എപ്പോ ഒന്ന് കേറി?
വന്നില്ല പപ്പൂസെ. വന്നില്ലെന്നോ? ഇതുവരെ വന്നിട്ടില്ല, വിളിച്ചിട്ടുമില്ല. അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? പറഞ്ഞിട്ടുണ്ട്, വെറുതെ പപ്പൂസിന്റെ ഉറക്കം കൂടി കളയണ്ടെന്ന് വെച്ചു. എന്നാലും അവൻ കാണിച്ചത് അത്ര ശരിയായ കാര്യമല്ലല്ലോ. നിഖിലിന്റെ ഫ്രണ്ട്സിനെ മോള് വിളിച്ചു ചോദിച്ചില്ലേ? അവർക്കും അറിയില്ല. ആ, മക്കൾ അധികം ടെൻഷൻ ആവണ്ട കേട്ടോ. ഇന്നലത്തെ ആ വാശിപ്പുറത്ത് പോയതാ, കുറെ കഴിയുമ്പോ ഇങ്ങ് വരും. ആ, ഒരു 10 മണി വരെ നോക്കാം. മോളെ, ആ ആ, നിഖില് വരൂടാ, നീ വിഷമിക്കാതെ. ശരി പപ്പൂസെ, ഞാൻ മീരാമ്മയുടെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ, പിന്നെ വിളിക്കാം. ശരി. രവി, ദാ ചായ. നിളയ ഉഷയേട്ടത്തെ വിളിച്ചത്. നിഖിൽ ഇന്നലെ ഇറങ്ങിപ്പോയ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അവൻ ഇതുവരെ തിരിച്ചു ചെന്നില്ലെന്ന്. ഷെടോ, അതെന്തൊരു അഹങ്കാരം അവന്. തടിയുണ്ടെന്നേ ഉള്ളൂ, അവനൊരു തൊട്ടാവാടിയാ. ചെറുക്കം വല്ല കടുങ്കയും കാണിക്കു രവി. ഏയ്, അതൊന്നുമില്ല. ഭാര്യ, അമ്മ, മുത്തശ്ശൻ എന്നൊക്കെ പറഞ്ഞാലേ അവന് വലിയ കാര്യ. ഉണ്ണിത്താൻ സാറ് തല്ലിയത് നിഖിലിനെ ശരിക്കും ഫീൽ ചെയ്തു. അവൻ നമ്മുടെ കൊച്ചിന്റെ കവളത്തടിച്ചതോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിഖിലിനെ മീര വളർത്തിയതിലും പൊന്നായിട്ടല്ലേ നീ ഹേമെ നിളയെ വളർത്തിയത്? അപ്പൊ ആ ന്യായം പറയണ്ട. ആദ്യമായിട്ടാ ഉഷേട്ടത്തി അവിടെ ഇങ്ങനൊരു സംഭവം. രവി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? അവര് ഭാര്യയും ഭർത്താവും തമ്മില് വല്ല പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? അവൻ കൊച്ചിനെ തല്ലിയെന്ന് കേട്ടു. പിന്നെ ബാഗും തൂക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതെ, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള യഥാർത്ഥ വിഷയങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും മറ്റാർക്കും അറിയാൻ പറ്റത്തില്ല. ഇനി അറിഞ്ഞാലും അത് പരിഹരിക്കാനും അത്ര എളുപ്പമല്ല. അതിന് ഭാര്യയും ഭർത്താവും തന്നെ വിചാരിക്കണം. ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ ഭഗവാനേ. രാത്രിയിൽ ശരിക്കും ഉറങ്ങാതിരുന്നിട്ട് അച്ഛൻ ഇന്ന് രാവിലെ നടക്കാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് ഇരിപ്പുറയ്ക്കണ്ടേ? ബൈക്ക് താഴെ ഇരിപ്പുണ്ട്. ഞാൻ കരുതി രാത്രിയിൽ എപ്പോഴെങ്കിലും വന്ന് അവനെ എടുത്തോണ്ട് പോകുന്നു. ഇല്ല, കൊണ്ടുപോയില്ല. അവന്റെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടോ മോളെ? നിനക്കറിയാമോ? കാര്യമായിട്ടൊന്നുമില്ല. അത്യാവശ്യത്തിന് അവന്റെ കൂട്ടുകാരോട് ചോദിച്ചാലും കാശ് കിട്ടുമല്ലോ. മറ്റുള്ളവരോട് കടം ചോദിച്ചു വാങ്ങുന്നതിന് മാനാഭിമാനമൊന്നും പ്രശ്നമല്ല. വീട്ടിലല്ലേ ഉള്ളൂ അതൊക്കെ. ഞാനിത് പറയുന്നത് നിളയും മനസ്സിലാക്കാൻ വേണ്ടിയാ. നാളെ നീ ഒരു അമ്മയാവുമ്പോ എന്റെ അനുഭവം ഉണ്ടാവരുത്. നിഖിലിന്റെ അമ്മയുടെ അഭിപ്രായം കേട്ടു. ഭാര്യയൊന്നും പറഞ്ഞില്ല. അവന് ഞാൻ ചെറിയൊരു ശിക്ഷ കൊടുത്തതിൽ അപാകതയുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ? അതിന്റെ വീണ്ടു വിചാരം നടത്താനുള്ള സമയമാണോ മുത്തശ്ശ ഇത്? ഇന്നലെ ഈ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല. ഇന്നിപ്പോ രാവിലെ വീണ്ടും ചർച്ച. നിഖിൽ എങ്ങോട്ടാ പോയെന്ന് അന്വേഷിക്കണ്ടേ നമ്മള്? അതിനുള്ള വഴി നോക്കുകയാണ് ഇപ്പൊ ചെയ്യേണ്ടത്.
ഹലോ. ഗീതയാണ് സർ. ആ പറയൂ. നിലയിന്ന് റെസ്റ്റോറന്റിൽ വന്നിട്ടില്ല സർ. സമയം രാവിലെ ഇത്രയല്ലേ ആയുള്ളൂ. അയാൾ വന്നോളൂ. ഇല്ല, ഇനി വരുന്നില്ലെന്ന് മിലി വിളിച്ചു പറഞ്ഞു. ഇവിടുത്തെ ജോലി മതിയാക്കിയത്രേ. സാറിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യും സർ? മിലിക്ക് പകരം പുതിയ ഒരാളെ എടുക്കണം. ഇന്ന് തന്നെ പരസ്യം കൊടുക്കാം. സാർ എപ്പോഴാ വരുന്നത്? ഞാൻ എത്തിക്കോളാം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും വിഷമിപ്പിക്കാതെ ഉണ്ണിത്താനെ. നിഖിലേട്ടൻ പോകാനിടയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിലയ്ക്കറിയില്ലേ? അങ്ങനെ സാധ്യതയുള്ളിടത്തെല്ലാം ഞാൻ അന്വേഷിച്ചു. എങ്ങും ചെന്നിട്ടില്ല അവൻ. ഇനി അവൻ തറവാട്ടിൽ പോയി കാണോ മങ്കൊമ്പില്? അതിന് തറവാട്ടിൽ ആളില്ലല്ലോ അമ്മേ. ചിറ്റപ്പനും ശ്രീദേവി കുഞ്ഞമ്മയും അപ്പുറത്തല്ലേ താമസിക്കുന്നത്. അവിടെ അവൻ ചെന്നിട്ടുണ്ടെങ്കിലോ? വെള്ളം ചൂടായോ? ഒരു 2 മിനിറ്റ്. ശരിക്കും തിളച്ചോട്ടെ. ഈ ചെലവാക്കുന്ന ഗ്യാസിനുൾപ്പെടെ നാളെ പ്രയോജനം ഉണ്ടാകുന്നതാ. പ്രയോജനം ഉണ്ടാവോ? ഉണ്ടായില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ മുമ്പേ എന്താ പറഞ്ഞത്? നിഖിലിന്റെ വരവ് വേറെ ഒരു വരവല്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? വെളുപ്പാങ്കാലത്ത് മഹാലക്ഷ്മിയും കൊണ്ട് അവൻ കയറി വന്നിരിക്കുന്നത്. മഹാലക്ഷ്മി? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങളെ ഞാൻ വല്ലതും പറഞ്ഞുണ്ടല്ലോ കൂടി പോ. എന്റെ മനുഷ്യ ഐശ്വര്യവും കൊണ്ട് നിഖില് വന്നതെന്ന്. ഓ അങ്ങനെ. എന്നാലും അവന് കുളിക്കാൻ എന്നെ കൊണ്ട് വെള്ളം ചൂടാക്കിച്ചത് അത് ഇത്തിരി കടന്നുപോയി. അപ്പൊ നിങ്ങൾ എനിക്ക് ഡെയിലി വെള്ളം ചൂടാക്കി തരുന്നതോ? എടി അത് എന്റെ നിലനിൽപ്പ്. എന്നാൽ ഇത് നമ്മുടെ നിലനിൽപ്പ്. അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കരുത്. മഹാദേവൻ ഉണ്ണിത്താൻ എന്ന എന്റെ ഭർത്താവ് ഒന്ന് മനസ്സിലാക്കണം. രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എന്ന നിങ്ങളുടെ വല്യേട്ടന് ഒരുപാട് സ്വത്തുക്കളുണ്ട്. അങ്ങേരുടെ ഇള്ള കുട്ടിയാ നീക്കില്ലേ. അവനൊന്ന് തുമ്മിയാലേ മൂപ്പിന്ന് 2 തുമ്മും. അങ്ങനെയുള്ള നികില് എങ്ങോട്ട് ചായുന്നോ അങ്ങോട്ട് ചായും വല്യേട്ടൻ. എന്ന് വെച്ചാ വല്യേട്ടന്റെ സ്വത്ത്. നീ ഒരു വലിയ സംഭവമാണല്ലോ ദേവി. മാറങ്ങോട്ട്. ദേ പറഞ്ഞു തീർന്നില്ല. ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ വത്സലപുത്രിയാ മീര. നിഖിലെന്ന് വെച്ചാലേ മീര മരിക്കും. ഉണ്ണിത്താൻ എത്ര തവണ വേണമെങ്കിലും മരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മരിച്ച സഞ്ചയനം നടത്തണം. ഇങ്ങനെ ഞാൻ ഇന്നടുത്ത് കിണറ്റിലിടും. എടി സഞ്ചയനം വേണ്ടെങ്കിൽ സബിണ്ടി അടിയന്തരം നടത്തിക്കളയാ. ദേ മിണ്ടി പോരുത്. ആയിക്കോട്ടെ, ഇനി ഞാനൊന്നും പറയുന്നില്ല. നിഖിലിനെ നമ്മുടെ മുമ്പിൽ ദൈവമായിട്ട് കൊണ്ടു തന്നതാ. തുറുപ്പ് ചീട്ടാ. ആ ചീട്ട് ഇറക്കി കളിക്കണം. മനസ്സിലായോ?